അതായത് റിയർ സ്പോയിലറിൻ്റെ അവിടെ മറ്റേ ഈ റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ പോർഷനും കൂടെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നന്നായിരിക്കും. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വണ്ടിയിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു ഐഡിയ തോന്നിയത് വണ്ടിയുടെ റൂഫും ഈ സൈഡിലത്തെ ക്രോം പാർട്ടിക്കൽസൊക്കെ ഒന്ന് റാപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ടായിരുന്നു. വൃത്തിയാവുമെന്ന് അറിയത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റൂഫും ഈ സ്പോയിലറും ഇതൊക്കെ ഒന്ന് റാപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അങ്ങനെ നമ്മൾ നേരെ സ്റ്റിക്കർ കടയിലോട്ട് വണ്ടി എടുത്ത് വിട്ടു. വണ്ടി നമ്മൾ സ്റ്റിക്കർ കടയിലെത്തി. സ്റ്റിക്കർ കടയിൽ എത്തിയിട്ട് നമ്മൾ 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നമ്മുടെ റൂഫിൻ്റെ പരിപാടി ഏകദേശം തീർത്തു തന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലത്തെ അത് ക്രോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടി ഏകദേശം തീർന്നു. റൂഫിൻ്റെ പരിപാടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ലതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡിലത്തെ ഡോറിൻ്റെ അവിടെയുള്ള ക്രോം പാർട്ടിക്കിൾസൊക്കെ നല്ലതായിട്ടൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യാനായിട്ട് നിന്ന്. അതായത് ഇതേപോലെ ക്രോം പാർട്ടിക്കിൾസ് മറ്റേ ഡോറിൻ്റെ അവിടെയും മിററിൻ്റെ അവിടെയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കാമെന്ന് വെച്ചു. മറ്റേ സൈഡ് കഴിഞ്ഞു, ഈ സൈഡും കൂടെ ചെയ്യാനുള്ളൂ. മിററിൻ്റെ ഫ്രണ്ടിലും ചെറിയൊരു പോർഷനുണ്ട് ബ്ലാക്ക് ഔട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്പോയിലർ, അതായത് റിയർ സ്പോയിലറിൻ്റെ അവിടെ മറ്റേ ഈ റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ പോർഷനും കൂടെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നന്നായിരിക്കും തോന്നി. അപ്പോൾ അതും കൂടെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മുടെ ആൻഡ്രോയിഡ് വീൽ ക്യാപ്പിന് അത് BMW വീലായിരുന്നു. അപ്പോൾ നമ്മളത് ബെൻസിൻ്റെ ലോഗോ ആക്കിയിട്ടുണ്ട്. റൂഫ് റാപ്പ് ചെയ്തു, ഈ സൈഡിലത്തെ ഇതൊക്കെ റാപ്പ് ചെയ്തു. ഈ വീൽസിന് ഇത് റാപ്പ് ചെയ്തപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. ഫൈനലി ബാക്കിൽ നിന്നും നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്പോയിലറൊക്കെ ബ്ലാക്ക് ചെയ്ത് നമുക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി സൈഡ് വ്യൂ നോക്കാം. തന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ മറ്റേ ആ ബ്ലാക്ക് ഔട്ടൊക്കെ ചെയ്തപ്പോഴത്തേക്കും പകുതി ഒരു വൃത്തിയുടെ മാറി കിട്ടി. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ല. മറ്റേ ഈ സൈഡിലത്തെ ഇതൊക്കെ റാപ്പ് ചെയ്തപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്.